പ്രശാന്ത് സാർ, കുംഭമേള അങ്ങനെ ശുഭകരമായി അവസാനിച്ചു. കുംഭമേള അവസാനിച്ചതിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭമേളയുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് നന്ദി പറയുകയും പങ്കെടുത്ത ആളുകൾക്ക് നന്ദി പറയുകയും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു വാചകം വരികയുണ്ടായി. അതൊരു സാങ്കേതികമായ കാര്യം മാത്രമാണ്. അവിടെ ഒന്ന് രണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചില മരണങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. അതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ, എന്ത് കാരണം കൊണ്ടാണ് അത് സംഭവിച്ചതെന്നൊക്കെ വിശദമായ അന്വേഷണം നടക്കുന്നുമുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തുകയും ശുചീകരണ യജ്ഞത്തിൽ അദ്ദേഹം പങ്കുകൊള്ളുകയും അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളികൾക്ക് ഓണറേറിയം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓണറേറിയത്തിലെ വർധനവ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും മോദിയും യോഗിയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ ആദ്യം തന്നെ പറഞ്ഞു, ഈ പറയുന്നത് പോലെ അവിടെ പോയി മുങ്ങിയാൽ പട്ടിണി മാറുമോ എന്നായിരുന്നു ഖാർഗെ ആദ്യം ചോദിച്ചത്. ഈ കാലങ്ങളായി നടന്നു വരുന്ന കുംഭമേളയെ ഇപ്പോഴാണ് ഇവർക്ക് ഒരു രാഷ്ട്രീയ ആയുധമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി കണ്ടുകൊണ്ട് വിമർശിക്കാനുള്ള ഒരു ത്വര വരുന്നത്. പലപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പ്രതികരണം കാണുമ്പോൾ കുംഭമേളയെ ഒന്ന് അകറ്റി നിർത്തിയിട്ടുണ്ടോ, ഒരു വിലക്ക്, ഒരു അയിത്തം കുംഭമേളയ്ക്ക് കൽപ്പിച്ചിട്ടുണ്ടോ, ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മനഃപൂർവ്വമുള്ള ചില കളികൾ നടന്നിട്ടുണ്ടോ എന്ന സംശയമെല്ലാം ജനങ്ങളിൽ വ്യാപകമായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഭയം കോൺഗ്രസിനുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരു വിലക്ക്, ഒരു പ്രത്യക്ഷത്തിലല്ലാതെ ഒരു പരോക്ഷമായ വിലക്ക് കോൺഗ്രസ് കുംഭമേളയ്ക്ക് ഏർപ്പെടുത്തിയിരുന്നോ? തീർച്ചയായിട്ടും കോൺഗ്രസ് കുംഭമേളയ്ക്ക് ഏർപ്പെടുത്തിയിരുന്നല്ല, കോൺഗ്രസിന് കുംഭമേളയോടുള്ള സമീപനം ഇതാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നു എന്ന് നമുക്ക് കാണേണ്ടി വരും. BJP നമ്മുടെ ഇന്ത്യയില് കുംഭമേള എന്ന് പറയുന്നത് വളരെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് കുംഭമേള ആര് തടഞ്ഞാലും ആര് എതിർത്താലും ആര് ഇല്ലെങ്കിലും കുംഭമേള നടക്കും. സന്യാസിമാര് ഹിമാലയത്തിൽ നിന്ന് വന്ന ആ സമയത്ത് കുംഭമേള നടത്തിക്കൊണ്ട് പോകും. ഈ BJP വന്നതിന് ശേഷം കുംഭമേളയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. കുംഭമേളയ്ക്ക് വരുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഒരുപക്ഷെ BJP രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അവർക്ക് ഇതിനെ താല്പര്യം ഉള്ളത് കൊണ്ട് അതിനകത്തുനിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇതിനകത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ ലാഭമാണല്ലോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ ലാഭം എന്ന് പറയുന്ന പാർത്തന രാഷ്ട്രീയക്കാരനാണെങ്കിൽ പാർത്തന കിട്ടേണ്ടത് ആ വോട്ടുകളാണ്. അതിനകത്ത് ആ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രവർത്തനം എല്ലാരും അല്ലെങ്കിൽ നടത്തും. അതിനകത്ത് വോട്ട് എനിക്ക് ഇന്നാളുടെ വോട്ട് വേണ്ടാന്നില്ലല്ലോ. വോട്ട് രഹസ്യമായിട്ട് കിട്ടുന്ന മാൻഡേറ്റ് ഏറ്റവും കൂടുതൽ മേടിച്ചെടുത്ത് നമ്മൾ ഭൂരിപക്ഷത്തിൽ നമ്മൾ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് വെച്ചാൽ ആ സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ പറയുമ്പോൾ കുംഭമേള ഒരു സാംസ്കാരിക മേള അല്ലെ, ഹിന്ദുവിന്റെ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടുന്ന, ഇന്ത്യയുടെ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടുന്ന, ദേശീയത ഉയർത്തിക്കാട്ടുന്ന ഒരു വലിയ സംസ്കാരമാകുമ്പോൾ അത് BJP വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ 80% വരുന്ന ആൾക്കാർ ആ സംസ്കാരത്തിന്റെ ഭാഗമായി, 80% വരുന്ന ഇന്ത്യക്കാർ ആ കുളിക്കാൻ പോയെന്നുള്ളതല്ല, ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ കുംഭമേള ഒരു പരിധിവരെ എല്ലാരും ശ്രദ്ധിച്ചപ്പോൾ അവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പം അതിന്റെ ഭാഗമല്ലാതെ മാറി നിൽക്കാൻ ധൈര്യം കാണിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും ഈ സംസ്കാരത്തിനെ കാട്ടിൽ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അതിന് അത്രയ്ക്കുള്ള വേരോട്ടമില്ല. പക്ഷേ അതിനെ എതിർക്കുന്ന ആൾക്കാരുടെ വോട്ട് ഒന്നിപ്പിക്കാൻ അതിനെ ഒന്ന് മാറ്റി നിർത്തി കാണിക്കുന്ന സമീപനം ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ഈ കുംഭമേള ഇന്ത്യയിൽ വേണ്ട, ഇതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, ഇവിടുത്തെ സംസ്കാരം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്ന സുഡാപ്പികൾ, അതായത് മുസ്ലിങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അവരും വന്ന് കുളിച്ചിട്ടുണ്ട്. ദേശസ്നേഹികളായിട്ടുള്ള, ആദ്യം ഇന്ത്യ, രണ്ടാമത് ഞങ്ങളുടെ മതം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ദേശസ്നേഹികളായിട്ട് മുസ്ലിങ്ങളെ അല്ലാതെ ഇതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല. ഇത് മറ്റൊരാളുടെ ഭാഗമാണ്, മറ്റൊരാളുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തെ തള്ളിക്കളയണം, ആ സംസ്കാരം ഏറ്റെടുക്കുന്നതിനെ കൊന്നുകളയണം, തട്ടിക്കളയണം എന്ന് വിചാരിക്കുന്നവരുടെ ഭാഗമായിട്ട് നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. കാരണം കുംഭമേളയ്ക്കകത്ത് ഈ പറയുന്നത് പോലെ ഇയാള് ഇത്രയും ധൈര്യത്തോടു കൂടി കുംഭമേളയെ അവഹേളിക്കുമ്പോൾ, കുംഭമേളയെ 75 രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കുംഭമേളയെ നോക്കിക്കാണുന്നു, യുനെസ്കോ കുംഭമേളയെ നോക്കിക്കാണുന്നു, പല രാജ്യങ്ങളും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്നു.
പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വലിയ സെലിബ്രിറ്റീസ് വരുന്നു, രാഷ്ട്രീയക്കാർ വരുന്നു, ഏറ്റവും ഉയർന്ന അളവിലുള്ള ആൾക്കാർ വന്നു. അവരെല്ലാം കുംഭമേളയും ഭാരതത്തെ അംഗീകരിച്ചു പോകുന്നു. അപ്പം കുംഭമേള എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളിടത്ത് അതിശയത്തോടു കൂടി കാണുന്നതിന് വ്യക്തമായ തെളിവ് വന്നപ്പോൾ ആ കുംഭമേളയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ട പ്രതിപക്ഷ നേതാവ്, അന്ന് രാഷ്ട്രീയക്കാർക്ക് എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ എവിടെ ആയാലും ക്രൗഡ് വരുന്നിടത്ത് എല്ലാ രാഷ്ട്രീയക്കാരും വന്ന് തെളിഞ്ഞ എന്തിനാ? അവിടെ അതിനകത്തെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഞാനിവിടെ ഉണ്ട്, ഞാനിതിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ നാളെക്കാലത്തെ എനിക്ക് രാഷ്ട്രീയത്തിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാൻഡേറ്റ് വരുമ്പോൾ എന്റെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്. അങ്ങനെ നിൽക്കേണ്ട പ്രതിപക്ഷ നേതാവ് അതിനകത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സംസ്കാരത്തെ അംഗീകരിക്കുന്ന പൊളിറ്റിക്സ് അല്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന പൊളിറ്റിക്സ് ആണ്. ഈ ഒരു കുംഭമേളയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേശീയ മാധ്യമങ്ങൾ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല. നമ്മുടെ പല കാര്യത്തെയും, അല്ലെങ്കിൽ പല രാമജന്മഭൂമിയുടെ വിഷയം വന്നപ്പോൾ, അവിടുത്തെ അമ്പലം പണിയുന്ന വിഷയം വന്നപ്പോൾ, അവിടുത്തെ ചർച്ച വന്നപ്പോൾ കുറച്ചെങ്കിലും ദേശീയ മാധ്യമങ്ങളൊക്കെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ. പക്ഷെ കുംഭമേളയ്ക്ക് അങ്ങനെ ഉണ്ടായില്ല. പാർത്തന ശ്രദ്ധിച്ചാൽ മതി. കുംഭമേളയെ തള്ളിപ്പറഞ്ഞത് ഖാർഗെയാണ്, അല്ലെങ്കിൽ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ മമതാ ബാനർജിയാണ്. അതായത് ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ സംസ്കാരവും ദേശീയതയും ഇവിടെ ഒന്ന് ഊട്ടി ഉറപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിന് വേരിന് ബലം വന്നാൽ, അതിന് ശക്തി വന്നാൽ ഭയക്കുന്ന ആൾക്കാരാണ് കുംഭമേളയെ ഇവിടെ കുറ്റം പറഞ്ഞത്. അപ്പൊ അത് മനസ്സിലാക്കണം. അപ്പൊ കുംഭമേളയുടെ ഭാഗമല്ലാതെ നിൽക്കാൻ ധൈര്യപ്പെടുന്ന രാഹുൽ ഗാന്ധി, ഇദ്ദേഹം ഇതുവരെ രാമജന്മഭൂമി എന്ന് അല്ലെങ്കിൽ ആ അമ്പലത്തിൽ പോയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പൊളിറ്റിക്സിനകത്ത് അദ്ദേഹം ഇതുവരെ അവിടെ പോയിട്ടില്ല. കാരണം ഏറ്റവും വലിയൊരു സാധനമാണ്. അപ്പം ഇദ്ദേഹം വിചാരിക്കുന്നത് അതിനുശേഷം UP-യിൽ എന്റെ മാൻഡേറ്റ് അഖിലേഷ് യാദവിന്റെ കൂടെ പരിശോധിച്ചപ്പോൾ എനിക്ക് അതിനകത്തൊരു നേട്ടമുണ്ടായി. ആ നേട്ടത്തിന്റെ റിസൾട്ട് നാളെ വരും. ആ നേട്ടത്തിന്റെ റിസൾട്ട് അവിടെ അമ്പലം പണിഞ്ഞതിനെ എതിർത്തുകൊണ്ടുള്ള റിസൾട്ട് അല്ല. ഇന്ന് കുംഭമേളയെ എതിർത്താൽ നാളെ ഇതേ റിസൾട്ട് മുന്നോട്ട് പോകുമെന്നുള്ള രീതിയല്ല. അതിനകത്ത് UP-യിലെ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയിലെ 2024 വന്ന ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടാക്കിയ മാറ്റം, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന് BJP ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ അവനെ ഇല്ലായ്മ ചെയ്യും, അവന് കിട്ടുന്ന ആനുകൂല്യം ഇല്ലായ്മയും ഭരണഘടന ഇല്ലായ്മ ചെയ്യും, അല്ലെങ്കിൽ നാളെ കാലത്തെ ഞങ്ങൾ വന്നാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് കള്ളവും ഒപ്പിടിച്ചതിന്റെയും ഒക്കെ ആ കള്ളത്തരത്തിന്റെയും ഒക്കെ ഒരു ഓട്ടായിരുന്നു. അത് ഒരുപക്ഷെ ഈ ഭരണപക്ഷം അറിഞ്ഞില്ല. അതിനെ വിശ്വസിച്ചാണ്, നിങ്ങളെ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ ആ പൊളിറ്റിക്സുമായിട്ട് വരണ്ടേ? ഹരിയാന ആ പൊളിറ്റിക്സ് വരണ്ടേ? മഹാരാഷ്ട്രയിൽ ആ പൊളിറ്റിക്സ് വരണ്ടേ? ഡൽഹിയിൽ ആ പൊളിറ്റിക്സ് വരണ്ടേ? ഇപ്പോഴത്തെ സർവേകളൊക്കെ ആരാണ് ഈ സമയത്ത് ഇവിടെ കൂടുതലായിട്ട് ഊന്നൽ കൊടുത്ത് നിൽക്കുന്ന ആരുടെയോടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യം നോക്കുമ്പോൾ BJP-യുടെ ഭാഗമാണല്ലോ വരുന്നത്. അപ്പം അത് ആ പൊളിറ്റിക്സ് ആണെന്ന് വിചാരിച്ച് നിൽക്കുകയല്ല. വളരെ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവിന്. വളരെ കൃത്യമായ ഇന്ത്യ വിരുദ്ധതയുണ്ട് പ്രതിപക്ഷ നേതാവ്. വളരെ കൃത്യമായ ദേശീയത എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു മാനസികാവസ്ഥയുണ്ട് പ്രതിപക്ഷ നേതാവ്. വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയുണ്ട് പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജോഡോ യാത്രയ്ക്ക് നിങ്ങൾ പാസ്റ്ററെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജോഡോ യാത്ര സമാപനത്തിന് ആ ശക്തിയെ ഞാൻ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞത്. ശക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിലെ ഉള്ള ഒരു വല്ലാത്ത വികാരമാണ് ഇല്ലായ്മ. അതിന് ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നോ ആ ധൈര്യം തരുന്നവരെ ഉൾപ്പെടെയുള്ളവരെ കൈകാര്യം ചെയ്യുന്ന സമീപനമായിട്ട് മുന്നോട്ട് പോകുകയും, അല്ലെങ്കിൽ ആ സമീപനത്തിലേക്ക് രാജ്യവും ഇന്ത്യയും അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണാധികാരികളും ഒക്കെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. മാത്രമല്ല ഏത് രാജ്യം കൂട്ടില്ലെങ്കിലും നിങ്ങളുടെ ഈ ശക്തിയെ ഇല്ലായ്മ ചെയ്യുന്നതിനും നിങ്ങളുടെ ഈ നിലപാടിനെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഉള്ള ശക്തി ഇന്ത്യക്കകത്തുള്ളവർക്കുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഭരിക്കുന്നവർക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ കുംഭമേള എന്ന് പറയുന്ന മഹാമേള എന്റെ ഭാഗമല്ല എന്ന് വരുത്തി തീർത്തിയാൽ കിട്ടുന്ന ഒരു രാഷ്ട്രീയ ലാഭം അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് കിട്ടിയില്ലെങ്കിലും എന്റെ നിലപാട് അതാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ലാഭമുണ്ടാവാം. അത് രാഷ്ട്രീയ ലാഭമായിരിക്കാം, വേറെ ഏതെങ്കിലും സാമ്പത്തിക ലാഭമായിരിക്കാം. ഏതായാലും ഇന്ത്യക്കാർ ഉൾക്കൊള്ളുന്ന ഒരു രീതിയല്ല അവർ ഈ രീതിയല്ല ഉൾക്കൊള്ളുന്നതെന്നും
കാര്യം നാളെ കാലത്ത് പ്രതിപക്ഷ നേതാവിന് മനസ്സിലാവും. നിങ്ങളെ പൂർവികർ ഇത് ഒളിച്ചാണ് കടത്തിയത്, നിങ്ങൾ പരസ്യമായിട്ട് കടത്തുന്നു, നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാവാൻ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാൻ കഴിയാത്ത, ഒരു രീതിയിലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയും എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.